ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും ജിലേബി ഉണ്ടാക്കാറ് മൈദ കൊണ്ടാണ്. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കടലപ്പൊടി കൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും കൂടി പോകരുത്. 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ യെല്ലോ കളറ് ജിലേബിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഫുഡ് കളർ ഉള്ളവർ അങ്ങനെ ചേർക്കുക, മഞ്ഞൾപ്പൊടി ഉള്ളവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ജിലേബിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. കൂടുതലായിട്ട് ഫുള്ളായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ജിലേബി തയ്യാറാക്കാനായിട്ട് എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഓൾഡ് ബോട്ടിലുണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറിയൊരു ഹോളിട്ടിട്ട് അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്നവരുമുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ അതെടുത്ത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിനി ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നോക്കാം അത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. ഒരു നൂൽ പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനാണ്. ഒരു നൂൽ പരിവായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പഞ്ചസാര ലായനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഞാൻ ബോട്ടിലിൽ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജിലേബി മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാം. നമുക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് നമുക്ക് റിങ്ങായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാര ലായനിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അതിൽ വെച്ചിട്ട് നമുക്കതിൽ നിന്നും സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.